അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ് മീഡിയയിലൂടെ ഇനി നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത ചരിത്രമാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അസ്സാലി ഇമാമിൻ്റെ ഈ ചരിത്രം നമ്മിലേക്കെത്താൻ കാരണക്കാരായ ഒരുപാട് വ്യക്തികളുണ്ട്. ഈ ചരിത്രം വളരെ മനോഹരമായ രീതിയിൽ ക്രോഡീകരിച്ച ആളുകളുണ്ട്, ശബ്ദം നൽകുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല മുഴുവൻ ആളുകൾക്കും നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോക ചരിത്രത്തിന്റെ ഇന്നലകളിൽ പരിഷ്കാരങ്ങളുടെ വീരേതിഹാസം രചിച്ച് വ്യക്തിപ്രഭാവം കൊണ്ടും വൈജ്ഞാനിക വിപ്ലവം കൊണ്ടും വിസ്മയം തീർത്ത ചുരുക്കം ചില നിസ്വാർത്ഥ പണ്ഡിത വരേണ്യരിൽ പ്രധാനിയും ജനഹൃദയങ്ങളിൽ ഏറെ വ്യതിരക്തത പുലർത്തിയ ഒരു മഹാപ്രതിഭയുമായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അഹ്മദുൽ അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ആത്മീയതയുടെ ഉത്തുംഗതയിൽ വിരാജിക്കുകയും അനേകം സൂഫി ധാരകളിലൂടെ കാടും മലകളും താണ്ടി അറിവിൻ ആഴിയിലേക്ക് സഞ്ചരിച്ച് പതിനായിരങ്ങൾക്ക് വഴികാട്ടിയായി വർത്തിച്ച മഹാനുഭാവൻ. അദ്ദേഹം ഇസ്ലാമിക ഭൂപടത്തിൽ തുല്യതയില്ലാത്ത സംഭാവനകളാണ് അർപ്പിച്ചിട്ടുള്ളത്. ലോകരാജ്യങ്ങളിൽ അസ്സാലി ഇമാമിന് ഇന്നും പുകഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വിജ്ഞാന ഭൂപടത്തിൽ സ്വന്തമായി ഒരു വൻകര തന്നെ സ്ഥാപിച്ച വിശ്വവിഖ്യാത പണ്ഡിതനാണ് ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. കൈവച്ച മേഖലകളിൽ അനുവാചക ഹൃദയങ്ങളെ നിരാശനാക്കാത്ത ആ അസാധാരണ തൂലിക വിമർശനങ്ങളിൽ നിന്ന് മോചിതമായിരുന്നില്ല. കേവലം 5 പതിറ്റാണ്ടിന്റെ ജീവിതത്തിനിടയിലും വറ്റാത്ത സർഗധാരയായി അത് പ്രവഹിച്ചു. ഗ്രീക്ക് ഫൽസഫയുടെ മേധാവിത്വത്തിനെതിരെ ദിഷണ വലയം തീർത്തു. പിന്നെ ആത്മീയ ജ്യോതിർഗോളമായി ഹൃദയാന്തരങ്ങളിൽ വെള്ളി വെളിച്ചം വിതറി. ഓരോ നൂറ്റാണ്ടിലേക്കും ഇസ്ലാമതത്തെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി അല്ലാഹു തആല ഒരു മുജദ്ദിദിനെ അഥവാ ഒരു പരിഷ്കർത്താവിനെ നിയോഗിച്ചയക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയനുസരിച്ച് 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദിനെ ലോക മുസ്ലിങ്ങൾ ഏകോപിച്ച് അംഗീകരിച്ചിരുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് മുഹമ്മദ് ബിൻ അഹ്മദുൽ അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയായിരുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിൽ അദ്ദേഹം വളരെ മുമ്പിൽ നിന്നു. ക്രമീകരിച്ച ജീവിതമാണ് അസ്സാലി ഇമാം കാഴ്ചവെച്ചത്. ദാരിദ്ര്യം തന്നെ വേട്ടയാടിയപ്പോഴും വിജ്ഞാന വഴിയിൽ ഏറെ ഗമിക്കുകയും വിവിധ ഫന്നുകളിൽ മഹത്തായ ഗ്രന്ഥങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ്, അഖീദ, തസവുഫ് എന്നിവയിൽ കിടയറ്റ ഗ്രന്ഥങ്ങൾ അസ്സാലി ഇമാം സ്വന്തമാക്കി. തസവുഫിന്റെ ഉൾസാരങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെന്നത് വിശുദ്ധ ഹദീസിന്റെ മറപിടിച്ചായിരുന്നു. വിജ്ഞാനീയങ്ങളുടെ സഞ്ജീവനിയായ ഇഹ്യ പ്രവാചകാധ്യാപനങ്ങളുടെ നിലക്കാത്ത പ്രവാഹമാണ്. ഇഹ്യ വിശുദ്ധ ഖുർആനോളം വളർന്നുവെന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സാക്ഷ്യപത്രം വിരൽ ചൂണ്ടുന്നത് ഇഹ്യയിൽ അടങ്ങിയ വിജ്ഞാന പ്രപഞ്ചത്തിലേക്കാണ്. ഇന്നും പടിഞ്ഞാറൻ മുന്നണിയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന അസ്സാലി ഇമാമിന്റെ ചിന്താവലയം പരിശുദ്ധ ഇസ്ലാമിന് ലഭിച്ച പ്രതിരോധായുധമായിരുന്നു. ലോകരാജ്യങ്ങളിൽ അസ്സാലി ഇമാമിനെ ഇന്നും പുകഴ്ത്തപ്പെടുന്നുണ്ട്. ഇസ്ലാമിൽ തർക്ക വിഷയങ്ങളിൽ വരെ പണ്ഡിതന്മാരും ആലിമീങ്ങളും അവലംബമാക്കുന്നത് അവിടുത്തെ ഗ്രന്ഥങ്ങളാണ്. പല രചനകളും പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടവയാണ്. കൺമുന്നിൽ നിന്ന് മറഞ്ഞെങ്കിലും ആത്മീയ ലോകത്ത് നിന്ന് അസ്സാലി ഇമാം സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ടെന്ന് സാരം. മഷ്ഹദ്, ചരിത്രങ്ങൾ ഉറങ്ങുന്ന പട്ടണം, ആധുനിക ഇറാന്റെ കിഴക്കൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുർക്കുമനിസ്ഥാനോടും അഫ്ഗാനിസ്ഥാനോടും തൊട്ടുരുമി നിൽക്കുന്നു. ഈ വിശ്വപ്രസിദ്ധ പട്ടണത്തിൽ ഖുറാസാനിലെ തൂസ് ജില്ലയിലെ തൊബ്രാനിൽ ഹിജറ 450 ക്രിസ്താബ്ദം 1058 വിശ്വവിഖ്യാത പണ്ഡിതനും സൂഫി വര്യരും ചിന്തകനുമായ മുഹമ്മദ് ബിൻ അഹ്മദ് തൂസിയ ഷാഫിഈ അബി ഹാമിദിൽ അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത്. അസ്സാലി ഇമാമിന്റെ ഉയർച്ചയിൽ പണ്ഡിതനും സൂഫി വര്യനും ദീർഘവീക്ഷണശാലിയുമായ പിതാവ് മുഹമ്മദ് അസ്സാലി നിസ്തുല പങ്കുവഹിച്ചു. ദീനീ കാര്യങ്ങളിൽ കർക്കശ നിലപാട് സ്വീകരിച്ചിരുന്ന അദ്ദേഹം സ്വയം അധ്വാനിച്ച് നേടിയത് മാത്രമേ ഭക്ഷിക്കൂ എന്ന ധാർമ്മിക പിടിവാശിക്കാരനും കൂടിയായിരുന്നു. ഈ തീരുമാനം കമ്പിളിനൂറ്റ് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചു. ഇങ്ങനെ കഷ്ടിച്ചായിരുന്നു അസ്സാലി ഇമാമും കുടുംബവും ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾ അതിജയിച്ച് അസ്സാലി ഇമാം ജീവിതത്തിന്റെ ഓരോ പടവും ചവിട്ടിക്കയറി.
ബാല്യത്തിൽ തന്നെ ആധ്യാത്മികതയോടുള്ള സമീപനവും ഉത്കേട്ട തെളിഞ്ഞു തന്നിരുന്നു. പിതാവിന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന അണമുറിയാതെ ലഭിച്ചപ്പോൾ അള്ളാഹു സ്വീകരിച്ച് അക്ഷരം പ്രതി ഉത്തരം കിട്ടിയതുപോലെയായിരുന്നു ഗസാലി ഇമാമിന്റെ പിന്നീടുള്ള മുന്നേറ്റം. കർമ്മശാസ്ത്ര പണ്ഡിതരുടെയും സൂഫിയാക്കളുടെയും ഉപദേശ സദസ്സുകളിൽ പങ്കെടുത്ത് അവരുമായി സൗഹൃദം പങ്കിടുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ തനിക്കും അതുപോലൊരു മകനുണ്ടാകാൻ അള്ളാഹുവിനോട് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹവും അഭിലാഷവുമായിരുന്നു അത്. നിരന്തര പ്രാർത്ഥനയുടെ ഫലമായിട്ടാവാം അദ്ദേഹത്തിന്റെ ആഗ്രഹ സാഫല്യമായി കൊതിച്ചതുപോലെയുള്ള ഒരു സന്താനം പിറന്നു. പ്രാഥമിക പാഠങ്ങൾ പിതാവിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നീട് കുറച്ചുകാലം അഹമ്മദ് ബിനു നൂർ റഖാനി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചാരത്തായിരുന്നു. അടക്കവും ശ്വാസവും നിരീക്ഷിച്ച് പ്രാഥമികാനുബന്ധ അറിവുകൾ ഓരോന്നായി പകർത്തി. അതിനിടയ്ക്കാണ് ഗസാലി ഇമാമിന്റെ പിതാവ് രോഗശയ്യയിലാകുന്നത്. സൂഫിയായ സുഹൃത്തിനെ വിളിച്ചു വരുത്തി ആ പിതാവ് തന്റെ മക്കളായ ഗസാലി ഇമാമിനെയും സഹോദരൻ അഹമ്മദ് ഗസാലിക്കും തന്റെ കാലശേഷവും അറിവ് പഠിപ്പിക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത് കയ്യിൽ കരുതിയിരുന്ന തുച്ഛമായ പണക്കിഴി നൽകി. കുട്ടികളെ ഏറ്റെടുത്ത സുഹൃത്ത് ഇരു സന്താനങ്ങളെയും നല്ല നിലയിൽ പരിപാലിച്ചു വളർത്തി. അവരുടെ വളർച്ചയ്ക്കു വേണ്ടി മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. തന്റെ സുഹൃത്ത് ഏൽപ്പിച്ച സമ്പത്ത് തീർന്നപ്പോൾ അദ്ദേഹം രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കായി അനന്തമാക്കി തന്നത് മുഴുവൻ തീർന്നിരിക്കുന്നു. ഞാനാണെങ്കിൽ ഒരു ദരിദ്രനുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മദ്രസയിൽ വിദ്യ അഭ്യസിച്ചുകൊള്ളുക. എന്നാൽ നിങ്ങളുടെ ഭക്ഷണ ചെലവെങ്കിലും അതിലൂടെ നേടാനാവും. അറിവിനോടുള്ള ദാഹവും ആഗ്രഹവും രണ്ടുപേരെയും മദ്രസയിൽ ചേരുന്നതിന് പ്രാപ്തരാക്കി. ഏത് പ്രതിസന്ധികളെയും അതിജയിക്കാൻ ഒരുങ്ങിയ ബാല്യങ്ങൾക്ക് വിജയത്തിലേക്കും ഉയർച്ചയിലേക്കുമുള്ള കവാടമായിരുന്നു ഈ തീരുമാനങ്ങൾ. ഈ സാഹചര്യത്തെക്കുറിച്ച് ഗസാലി ഇമാം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനെ ലക്ഷ്യമാക്കാതെ ജ്ഞാനം പഠിച്ചു. ജ്ഞാനം അള്ളാഹുവിനല്ലാതിരിക്കാൻ വിസമ്മതിച്ചു. പട്ടിണി മാറ്റാൻ വേണ്ടി മാത്രം അവർ മദ്രസയിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. ഇതേക്കുറിച്ച് ഇമാം ഗസാലി പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ മാർഗം കാംക്ഷിക്കാതെ വിദ്യ അഭ്യസിച്ചു, പക്ഷേ അത് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഭവിക്കാൻ കൂട്ടാക്കിയില്ല. ഒരിക്കൽ പണ്ഡിതരിൽ പ്രമുഖനായ അബുൽ ഹസനു ഷാദുലി റഹ്മത്തുള്ളാഹി അലൈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബിയോടും ഈസാ നബിയോടും നിങ്ങളുടെ ഉമ്മത്തിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതനുണ്ടോ എന്ന് ചോദിച്ച് അഭിമാനം പറയുന്നതായും തിരിച്ച് മൂസാ നബിയും ഈസാ നബിയും ഇല്ലെന്ന് മറുപടി പറയുന്നതായും സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. ഈ സംഭവം ഇത്ഹാഫ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. സർവസമ്മതനും ലാളിത്യത്തിനുടമയുമായ ഗസാലി ഇമാം ഇലാഹി മാർഗത്തിൽ ബഹുദൂരം സഞ്ചരിച്ചതിന്റെയും അറിവിന്റെ നിറകുടമായതിന്റെയും രഹസ്യം ഗുരുനാഥന്മാരുടെ പൊരുത്തവും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചിരുന്ന ബഹുമാനവും കരകളഞ്ഞ വ്യക്തിജീവിതവുമായിരുന്നു. ആയുസിന്റെ സിംഹഭാഗവും അറിവിനും ദീനിനും ഒഴിഞ്ഞിട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈ എവിടെയും സ്ഥിരമായി താമസിച്ചിരുന്നില്ല. ഒരറിവന്വേഷിയുടെ ത്വരത ജീവിതത്തിൽ മുഴച്ചു കാണുമായിരുന്നു. റബ്ബിന്റെ തൃപ്തി കാംക്ഷിക്കാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചു. കനപ്പെട്ട അറിവുകൾ അതിലൂടെ സമ്പാദിക്കുകയും ചെയ്തു. ജ്ഞാനസമൃദ്ധിയിൽ നിബിഡമായിരുന്ന അന്നത്തെ നിലാമിയ മുൽക്കിന്റെ രാജകൊട്ടാരത്തിൽ കയറിച്ചെന്ന് സംവാദം നടത്തി. അവസാനം ഗസാലി ഇമാമിന്റെ അറിവിന്റെ ആഴം തടിച്ചുകൂടിയ പണ്ഡിത വ്യൂഹത്തിന് ബോധ്യപ്പെട്ടു. ഒരു വേള അവർക്ക് മഹാനവർകൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. ബാഗ്ദാദിന്റെ നാടും നഗരവും ജനങ്ങളും ഈ സംഭവത്തെ കാര്യമായി കണക്കിലെടുത്തു. ഉയർന്ന പണ്ഡിതനായി പ്രഖ്യാപിച്ച് ഹിജ്റ 485 ബാഗ്ദാദിലെ കോളേജിൽ അധ്യാപകനായി നിയമിച്ചു. താഴ്മയും ബഹുമാനവും ആദരവും പൊരുത്തവും ജീവിത വിശുദ്ധിയും ഒരുപോലെ നിഴച്ചു നിന്നിരുന്ന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം നമുക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതയാത്രയുടെ ഒരു ആമുഖം മാത്രമാണ് ഒന്നാം ഭാഗത്തിലൂടെ നാം കേട്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ആരായിരുന്നു ഇമാം ഗസാലി? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. അടുത്ത ഭാഗങ്ങളിലായി നമുക്ക് അവയെല്ലാം ചർച്ച ചെയ്യാം. തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.